നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. 60,000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ചില ന്യൂസുകൾ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 1,40,000-ഓളം പേരുകൾ മനുഷ്യർ അവിടെ റോമിൽ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിന് ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ അതിൻ്റെ പുറത്തുമുണ്ട്. പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അതിൻ്റെ പുറകിലായിട്ട് പ്രധാന കാർമ്മികരും കർദിനാൾമാർ 2 വശങ്ങളിലായിട്ട് നിൽക്കുന്നു. അവരുടെ ഇടയിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ മുന്നിലുള്ള അൽത്താരയുടെ ഭാഗത്തേക്ക് പോകുന്നു. 2 വശങ്ങളിലായിട്ട് കർദിനാൾമാർ അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുന്നു. ധാരാളം വൈദികർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് ലത്തീൻ ആരാധനാക്രമത്തിലെ ഇതുപ്രകാരം ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഇപ്പോൾ പ്രധാന അൾത്താരയിലേക്ക് വിശുദ്ധ കുർബാന നടത്തുന്ന സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിലെ അൾത്താരയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സമയം കൃത്യം 1:30 ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 2 ഗണമായി ഇപ്പോൾ അവിടെ കാർഡിനൽസ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാം. വത്തിക്കാൻ ചതുരത്തിലും ഇപ്പോൾ എല്ലാവരും എത്തിയിരിക്കുന്നു. രാഷ്ട്രത്തെ 170ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുടെ അല്പം മുമ്പ് ഫാദർ സൂചിപ്പിച്ചതുപോലെ വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർ അവിടെ എത്തിയിട്ടുണ്ട്. നിരവധി വൈദികരുണ്ട്. അതുപോലെ തന്നെ ഓറിയന്റൽ സഭകളുടെ തലവന്മാർ അവിടെ എത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാർ അടക്കമുള്ള സന്യാസിനികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ വത്തിക്കാൻ ചതുരത്തിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പ്രദർശനത്തിന് വെച്ചിരുന്ന ആ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലെ പ്രധാന അൾത്താരയിൽ നിന്നും പുറത്ത് ഇപ്പോൾ വിശുദ്ധ കുർബാന നടക്കുന്ന ആ അൾത്താരയുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം ഇപ്പോൾ ഇതാ വത്തിക്കാൻ ചതുരത്തിലേക്ക് അവിടെ കുർബാന തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ലത്തീൻ ഭാഷയിലാണ് അവിടെയുള്ള ചടങ്ങുകൾ ഇനി നടക്കുക. അപ്പോൾ അതിൻ്റെ തത്സമയം അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്താണ്, അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഫാദർ ഡെമിൻ തറയിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അദ്ദേഹം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ അസിസ്റ്റന്റ് റെക്ടറാണ്. അദ്ദേഹം മുൻപും വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകളുടെ ഈ ലാറ്റിൻ ഭാഷയിലുള്ള ചടങ്ങുകൾ എന്താണ് എന്ന് മലയാളത്തിൽ പ്രേക്ഷകർക്ക് വിശദീകരിച്ച് നൽകുന്നതിനായി മുൻപും നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളതാണ് ഫാദർ. ഇപ്പോൾ അദ്ദേഹം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ചടങ്ങുകളെല്ലാം വിശദമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പ്രേക്ഷകരുമായി ഫാദർ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഷെക്കേന ന്യൂസിനൊപ്പം നിങ്ങൾ തുടരുക. നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെക്കേന ന്യൂസ് ലൈവായി വത്തിക്കാനിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ വിശുദ്ധ കുർബാന നടക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായിട്ടുള്ള ആ പ്രദക്ഷിണമാണ് നിങ്ങൾ കാണുന്നത്. പ്രദക്ഷിണം വത്തിക്കാൻ സ്ക്വയറിലെ പ്രധാന അൾത്താരയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 2 വശങ്ങളിലായിട്ട് ഒരു വശത്ത് കർദിനാൾമാർ എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ മറ്റൊരു വശത്താണ് ലോക നേതാക്കന്മാർ, പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാർക്കുമൊക്കെയുള്ള ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത്. അൾത്താരയുടെ 2 വശങ്ങളിൽ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇരിക്കുക. അതിൻ്റെ താഴെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് മറ്റ് വൈദികരും മറ്റ് മെത്രാന്മാരും അങ്ങനെയുള്ളവരൊക്കെ താഴെയാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് കാണുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് ഉള്ള ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുന്നു. ലത്തീൻ ഭാഷയിൽ ഗീതം ആലപിച്ചുകൊണ്ട് ആണ് കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഗീതമാണ് ഈ സമയത്ത് ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായുള്ള ആരംഭ ഗാനം അവിടെ ലത്തീൻ ഭാഷയിൽ ആലപിക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടമാണ് ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അവിടെ ആ ഒരു കാഴ്ച തന്നെ നമുക്ക് ദൂരെ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും
വളരെ കൃത്യമായി അടക്കും ചിട്ടയോടും കൂടി അതിൽ വലിയ പ്രാക്ടീസൊക്കെ ഇതിന് മുൻ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള പ്രാക്ടീസിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി ആണ് ഈ ചടങ്ങ് വത്തിക്കാനിൽ നടക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് അൾത്താരയുടെ മുൻപിലേക്ക് വത്തിക്കാനിലെ ഗാർഡുമാർ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അത് അൾത്താരയ്ക്ക് മുൻപിലായിട്ട് ഈ സമയം പ്രതിഷ്ഠിക്കും. അതിനുശേഷമാണ് പ്രധാന അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക. കർദിനാൾമാർ രണ്ട് ഗണമായിട്ട് അൾത്താരയിലേക്ക് വരുന്നു. കത്തോലിക്ക സഭയിൽ 24 റീത്തുകളാണുള്ളത്. 23 ഓറിയൻ്റൽ റീത്തുകളും ഒരു ലത്തീൻ റീത്തും. ഓറിയൻ്റൽ സഭകൾ 23 സഭകളുടെയും തലവന്മാർ അവിടെ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കുർബാനയുടെ അവസാനത്തിൽ ബൈസൻ്റൈൻ റീത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഓറിയൻ്റൽ ബൈസൻ്റൈൻ റീത്തിലുള്ള ഫ്യൂണറൽ റൈറ്റ്സിൻ്റെ ഒരു ഭാഗം അവിടെ ഈ 23 സഭകളുടെയും തലവന്മാർ ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം അടങ്ങിയ പേടകം അൾത്താരയുടെ മുൻപിലായിട്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു.